Radio Line News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം. ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ ബ്രിട്ടന്റെ റെക്കോർഡ് ഇമിഗ്രേഷൻ കുറഞ്ഞു തുടങ്ങി. UK-യിലേക്കുള്ള നിയമപരമായ കുടിയേറ്റത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതിന്റെ ഫലമായി റെക്കോർഡ് ഇമിഗ്രേഷൻ കുറഞ്ഞു തുടങ്ങി. വിസ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ രാജ്യത്തെത്തുന്ന വിദേശ ജോലിക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ഒഴുക്ക് കുറയുകയാണ്. വിദ്യാർത്ഥികളുടെ ബന്ധുക്കളെ കൊണ്ടുവരുവാനുള്ള നിയന്ത്രണമാണ് ഇമിഗ്രേഷൻ കുറയുവാനും വഴിയൊരുക്കിയിരിക്കുന്നത്. വിസ നിയന്ത്രണങ്ങൾക്ക് പിന്നാലെ വർഷത്തിലെ ആദ്യ 3 മാസത്തിൽ തന്നെ ബ്രിട്ടനിലെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെയും ജോലിക്കാരുടെയും എണ്ണം താഴ്ന്നു. ജനുവരി മുതൽ 3 മാസങ്ങൾക്കിടെ സ്കിൽഡ് വർക്കേഴ്സ് വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബങ്ങൾ, ഹെൽത്ത് ആൻഡ് കെയർ വർക്കേഴ്സ് എന്നിവർക്കായി UK നൽകിയത് 139,100 വിസകളാണ്. 2023 ആദ്യ പാദത്തിൽ 1,84,000 വിസകൾ നൽകിയ ഇടത്താണ് ഈ കുത്തനെയുള്ള ഇടിവ്. 2023 ഈ വിഭാഗക്കാർക്ക് 1.13 മില്യൺ വിസകളാണ് നൽകിയത്. രാജ്യത്തേക്കുള്ള കുടിയേറ്റത്തിൽ പ്രധാന പങ്കുവഹിച്ചത് ഇവരുടെ വരവാണ്. സുനാക്കിന്റെ അഭയാർത്ഥി നിയന്ത്രണ പദ്ധതികളുടെ ഭാഗമായി റുവാണ്ടയിലേക്ക് ആദ്യത്തെ അഭയാർത്ഥി അപേക്ഷകനെ അയച്ച സമയത്ത് തന്നെയാണ് നിയമപരമായ കുടിയേറ്റത്തിന്റെയും എണ്ണം കുറയുന്നതായി വ്യക്തമാകുന്നത്. ബ്രിട്ടനിലേക്ക് വിദേശ വിദ്യാർത്ഥികൾ ബന്ധുക്കളെ കൊണ്ടുവരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് കണക്ക് പെട്ടെന്ന് കുറഞ്ഞതിന് പിന്നിൽ. UK-യിലേക്ക് പോകുവാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ നഴ്സ് കുഴഞ്ഞു വീണ് മരിച്ചു. നഴ്സായി ജോലി ലഭിച്ചതിനെ തുടർന്ന് UK-യിലേക്ക് പോകുവാനായി നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയപ്പോൾ അവിടെ വെച്ച് കുഴിഞ്ഞു വീണ യുവതി ചികിത്സയിലിരിക്കെ മരിച്ചു. ഹരിപ്പാട്, പള്ളിപ്പാട്, നീണ്ടൂർ, കൊണ്ടൂരത്ത് സുരേന്ദ്രന്റെ മകൾ സൂര്യയാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 11:30 ബന്ധുക്കൾക്കൊപ്പം നെടുമ്പാശ്ശേരിയിലേക്ക് പോയതാണ്. രാത്രി 8:30 വിമാനത്തിലാണ് യാത്ര നിശ്ചയിച്ചിരുന്നത്. ആലപ്പുഴയിലെത്തിയപ്പോൾ മുതൽ സൂര്യ ഛർദ്ദിച്ചിരുന്നു. വിമാനത്താവളത്തിലെത്തിയപ്പോഴേക്കും സ്ഥിതി വഷളായെങ്കിലും യാത്രയ്ക്കുള്ള പരിശോധനകൾക്കായി വിമാനത്താവളത്തിലേക്ക് കയറി. അതിനിടെ കൊഴിഞ്ഞു വീണു. തുടർന്ന് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ തന്നെ രാത്രി പരുമലയിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ബന്ധുക്കളോട് യാത്ര പറയാനിറങ്ങിയപ്പോൾ സമീപത്തെ വീട്ടിലെ അരളിപ്പൂവ് വായിലിട്ട് കടിച്ചിരുന്നതായി സൂര്യ ഡോക്ടർമാരോട് പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു. കാനഡയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ 24 മണിക്കൂർ ജോലി ചെയ്യാം. വിദേശ വിദ്യാർത്ഥികൾക്ക് ഇനി ആഴ്ചയിൽ 24 മണിക്കൂർ മാത്രം ക്യാമ്പസിന് പുറത്ത് ജോലിയെടുക്കുവാൻ അനുമതി നൽകുന്ന പുതിയ ചട്ടവുമായി കാനഡ. സെപ്റ്റംബർ മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. 20 മണിക്കൂറിലധികം പാർട്ട് ടൈമായി ജോലി ചെയ്യാൻ വിദേശ വിദ്യാർത്ഥികളെ അനുവദിച്ചിരുന്ന താൽക്കാലിക നയത്തിന്റെ കാലാവധി ചൊവ്വാഴ്ച അവസാനിച്ചതോടെയാണിത്. കോവിഡ് കാലത്താണ് ആഴ്ചയിൽ 20 മണിക്കൂറിലധികം ജോലിയെടുക്കുവാൻ വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ പാർട്ടി സർക്കാർ ഇളവ് നൽകിയത്. രാജ്യത്ത് തൊഴിലാളിക്ഷാമം നേരിട്ട പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഇത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി മണിക്കൂറുകൾക്കകം അപകടം. മലയാളി വിദ്യാർത്ഥിക്ക് UK-യിൽ തടവും വിലക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി മണിക്കൂറുകൾക്കകം മലയാളി വിദ്യാർത്ഥി ഓടിച്ച വാഹനം ഇടിച്ചു കയറി കാൽനടയാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ വിദ്യാർത്ഥിക്ക് ജയിൽ ശിക്ഷ. UK-യിൽ സീബ്ര ലൈനിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വോക്കിംഗ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം മേധാവിയായിരുന്ന ആൻഡ്രൂ ഫോറസ്റ്റിനെ ഷാരോൺ എബ്രഹാം ഓടിച്ച വാഹനമാണ് ഇടിച്ചത്. 6 വർഷത്തെ തടവിനും 8 വർഷത്തേക്ക് വാഹനം ഓടിക്കുന്നതിൽ നിന്നും വിലക്കുമാണ് ലൂയിസ് ക്രൗൺ കോടതി ഷാരോണിന് വിധിച്ചത്. 2023 ജൂലൈ 26 ഈസ്റ്റ് ബേണിലെ അപ്പട്ടൺ റോഡ് മുറിച്ചു കടക്കുമ്പോൾ ഷാരോൺ ഓടിച്ചിരുന്ന കാർ ഇടിച്ചാണ് ആൻഡ്രൂ മരിച്ചത്. അപകട സമയത്ത് കാറിന്റെ വേഗത മണിക്കൂറിൽ 52 മൈൽ ആയിരുന്നു. സംഭവശേഷം സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ട ഷാരോൺ വാഹനത്തിന്റെ കേടുപാടുകൾ മറയ്ക്കുവാൻ കാറിനൊരു കവർ വാങ്ങിയിട്ടു. 9 വർഷം തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കേസിൽ ഷാരോൺ കുറ്റസമ്മതം നടത്തിയതിനാൽ ശിക്ഷയുടെ കാലാവധി 6 വർഷമായി കുറയുകയായിരുന്നു. 8 വർഷത്തെ ഡ്രൈവിംഗ് വിലക്കിന് ശേഷം ഷാരോൺ എബ്രഹാമിനെ വീണ്ടും ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വിപുലമായ റീടെസ്റ്റ് നടത്തേണ്ടി വരും. അപകടം നടന്ന് 16 മണിക്കൂറിന് ശേഷമാണ് ഷാരോൺ എബ്രഹാമിനെ പിടികൂടിയത്. ബ്രിട്ടനിൽ നാളെ പ്രാദേശിക തിരഞ്ഞെടുപ്പ്. പൊതു തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലിൽ ജയം തേടി രാഷ്ട്രീയ പാർട്ടികൾ. ബ്രിട്ടനിൽ ലണ്ടൻ മേയറെ ഉൾപ്പെടെ തെരഞ്ഞെടുക്കുവാനുള്ള പ്രാദേശിക തിരഞ്ഞെടുപ്പ് നാളെ. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും 107 ലോക്കൽ അതോറിറ്റികളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. പല സ്ഥലങ്ങളിലെയും പോലീസ് ആൻഡ് ക്രൈം കമ്മീഷണർമാരുടെ തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും. പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള പ്രാദേശിക തെരഞ്ഞെടുപ്പിനെ ജനറൽ ഇലക്ഷൻ സെമി ഫൈനലായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഏറെ വാർത്താ പ്രാധാന്യം നേടുന്നത് ലണ്ടൻ മേയറുടെ തെരഞ്ഞെടുപ്പാണ്. 3ാം വട്ടവും സാദിഖ് ഖാൻ തന്നെ മേയറാകുമോ എന്നറിയാനാണ് ഇവരുടെയും ആകാംക്ഷ. ലണ്ടനു പുറമെ 10 പ്രധാന നഗരങ്ങളുടെ മേയർമാരെയും ജനം നാളെ തെരഞ്ഞെടുക്കും. കൺസർവേറ്റീവ് MP സ്കോട്ട് ബെന്റൺ രാജിവെച്ച ഒഴിവിൽ ബ്ലാക്ക്പൂൾ സൗത്ത് മണ്ഡലത്തിൽ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. 37 പോലീസ് ആൻഡ് ക്രൈം കമ്മീഷണർമാരെയാണ് ജനം വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നത്. സ്കോട്ട്ലൻഡിലും
നോർത്തേൺ അയർലൻഡിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പില്ല. മൂന്നാം വട്ടവും ലണ്ടൻ നഗരത്തിന്റെ മേയറാകുവാൻ സിദ്ദീഖ് ഖാൻ, എതിർക്കാൻ 11 സ്ഥാനാർത്ഥികൾ. നാളെ പ്രാദേശിക മത്സരം നടക്കുന്ന ബ്രിട്ടനിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് ലണ്ടൻ മേയർ സ്ഥാനത്തേക്കാണ്. 2016 മുതൽ ലണ്ടൻ മേയറായിരുന്ന ലേബർ നേതാവ് സാദിഖ് ഖാൻ മൂന്നാം വട്ടവും പോരാട്ടത്തിനിറങ്ങുമ്പോൾ എതിരാളികളായി രംഗത്തുള്ളത് കൺസർവേറ്റീവ് പാർട്ടിയുടെ സൂസൻ ഹാൾ ഉൾപ്പെടെ 11 സ്ഥാനാർത്ഥികളാണ്. ലേബറിന്റെ ന്യൂനപക്ഷ മുഖമായ സാദിഖ് ഖാൻ മൂന്നാം വട്ടവും മിന്നും ജയം നേടുമോ അതോ അട്ടിമറിയിലൂടെ കൺസർവേറ്റീവുകൾ നഗരഭരണം പിടിച്ചെടുക്കുമോ എന്നതാണ് ആകാംക്ഷ. മറ്റു സ്ഥാനാർത്ഥികളിൽ പലരും ശ്രദ്ധേയമായ പ്രചാരണങ്ങൾ നടത്തിയെങ്കിലും വിജയസാധ്യതയിൽ ഇവരെക്കാൾ ഏറെ പിന്നിലാണ്. ലണ്ടൻ നഗരത്തിൽ താമസിക്കുന്ന 89 ലക്ഷം പേരുടെ പ്രതിനിധിയാണ് നഗരത്തിന്റെ മേയർ. 20.4 ബില്യൺ പൗണ്ടിന്റെ ബജറ്റ് എസ്റ്റിമേറ്റാണ് ഓരോ വർഷവും ലണ്ടൻ മേയറുടെ അധികാരപരിധിയിൽ ഉൾപ്പെടുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. ചിഹ്നം ലോഡ് ചെയ്ത ശേഷം വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്ത് സൂക്ഷിക്കണം, നിർണായക നിർദ്ദേശം. വോട്ടിംഗ് മെഷീനുകളിൽ ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന യൂണിറ്റ് കൈകാര്യം ചെയ്യുന്നതിൽ വരണാധികാരികൾക്ക് നിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന യൂണിറ്റുകൾ വോട്ടിംഗ് മെഷീനുകൾക്കൊപ്പം സീൽ ചെയ്ത് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശം. മെയ് 1 മുതൽ നിർദ്ദേശം നടപ്പിലാക്കുമെന്നും കോടതി അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം 45 ദിവസത്തേക്ക് ഇത്തരത്തിൽ സൂക്ഷിക്കണം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ 3 ഭാഗങ്ങളാണുള്ളത്: ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, വിവിപാറ്റ്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും വിവിപാറ്റിൽ അപ്ലോഡ് ചെയ്യാനാണ് ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറത്തിറക്കിയ ഉത്തരവിലാണ് ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന യൂണിറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അവശ്യ നടപടികൾ സ്വീകരിക്കുവാൻ എല്ലാ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയത്. മറ്റു കേസുകളുടെ വാദം നീണ്ടു. ലാവ്ലിൻ ഇന്നും പരിഗണിക്കാതെ സുപ്രീം കോടതി. അന്തിമവാദത്തിനായി ലിസ്റ്റ് ചെയ്ത ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചില്ല. 113 നമ്പർ കേസായാണ് ലാവ്ലിൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കേസ് നമ്പർ 101 വാദം നീണ്ടുപോയതിനെ തുടർന്ന് ലാവ്ലിൻ കേസ് എടുത്തില്ല. കേസ് നമ്പർ 101 പിന്നാലെ 2 കേസുകളിൽ കൂടി വാദം കേട്ട ശേഷം കോടതി പിരിഞ്ഞു. കേസ് ഫെബ്രുവരി 6 അവസാനമായി പരിഗണിച്ചത്. നേരത്തെ ജൂലൈ 10 പരിഗണിക്കാനായി മാറ്റിയ കേസ് CBIയുടെ കൂടി അഭ്യർത്ഥന പരിഗണിച്ചാണ് മെയ് അന്തിമ വാദം കേൾക്കാൻ നിശ്ചയിച്ചത്. ഇതുവരെ കേസ് 30ലേറെ തവണ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധം. ഡ്രൈവിംഗ് സ്കൂളുകൾ നാളെ മുതൽ പണിമുടക്കിലേക്ക്. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് പണിമുടക്കിനൊരുങ്ങി ഡ്രൈവിംഗ് സ്കൂളുകൾ. നാളെ മുതൽ അനിശ്ചിതകാലത്തേക്കാണ് സ്കൂൾ ഉടമകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിഷ്കരണം നടപ്പാക്കുന്നതിനായി ഇറങ്ങിയ സർക്കുലർ പിൻവലിക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ ആവശ്യം. നാളെ മുതൽ പരിഷ്കാരം നടപ്പിലാക്കണമെന്നായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. കാറുകളും മറ്റും ചെറിയ വാഹനങ്ങളും ഉൾപ്പെടുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണിത്. മന്ത്രിയുടെ നിർദ്ദേശം പാലിക്കുവാൻ ഗ്രൗണ്ടുകൾ സജ്ജമാക്കാത്തതിനാൽ ആദ്യഘട്ടത്തിൽ ചെറിയ ഇളവുകൾ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഇനി കായിക വാർത്തകൾ. 2ാം വനിതാ T20യിലും ഇന്ത്യക്ക് ജയം. ബംഗ്ലാദേശിനെതിരെ വനിതാ T20യിലും ഇന്ത്യക്ക് വീണ്ടും ജയം. മഴ നിയമപ്രകാരം 19 റൺസിനാണ് ഇന്ത്യയുടെ ജയം. സ്കോർ: ബംഗ്ലാദേശ് 20 ഓവറിൽ 119 പുറത്ത്. ഇന്ത്യ 5.2 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 47 റൺസ് എടുത്തിരുന്നു. മഴ മൂലം കളി നിർത്തുമ്പോൾ ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം 19 റൺസിന് മുന്നിലായിരുന്നു ഇന്ത്യ. 24 പന്തിൽ പുറത്താകാതെ 41 റൺസ് എടുത്ത ഡെയ് ഹേമലതയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. മലയാളി താരം സജന സജീവൻ ടീമിലുണ്ടായിരുന്നുവെങ്കിലും ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്നില്ല. 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലെത്തി. നാളെയാണ് 3ാം മത്സരം. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 104.21 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.